നെക്സ്റ്റ് ടോപ്പിക് ഈസ് അബൌട്ട് ഡ്രഗ്സ്. ഡ്രഗ്സിൽ തന്നെ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് കൺട്രോൾഡ് ഡ്രഗ്സ് ആണ്. എന്താണ് കൺട്രോൾഡ് ഡ്രഗ്സ്? ഇറ്റ്സ് എ ഡ്രഗ് ഓർ എ സബ്സ്റ്റൻസ് സ്ട്രിക്ട്ലി കൺട്രോൾഡ് ബൈ ദി ഗവൺമെന്റ് ടു റെഡ്യൂസ് ഇറ്റ്സ് മിസ്യൂസ് ഓർ അബ്യൂസ്. ഒന്നെങ്കിൽ റെഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. ഇനി ചില സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള കൺട്രോൾഡ് ഡ്രഗ്സ്, ഫോർ എക്സാമ്പിൾ നർക്കോട്ടിക്സ്, വി ഹാവ് ടു ഗീവ് ദാറ്റ് ടു ദ പേഷ്യൻറ്റ്. നമുക്ക് അത് പേഷ്യൻറ്റിന് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. സോ വാട്ട് യു ഷുഡ് ബി ഓർ എ രജിസ്റ്റേർഡ് നഴ്സ് ഷുഡ് ബി ഡൂയിങ് അറ്റ് ദാറ്റ് ടൈം. In the case of giving controlled drugs, it's very important. 2 nurses must check and sign the medications. ഇങ്ങനെയുള്ള കൺട്രോൾഡ് ഡ്രഗ്സ്, എക്സാമ്പിൾ നർക്കോട്ടിക്സ് ഒക്കെ കൊടുക്കുന്ന ടൈമിൽ 2 nurses ചെക്ക് ചെയ്യണം. യൂഷ്വലി വരാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഹൗ മെനി nurses must be checking the medication before giving controlled drugs? 2 nurses must be checking it and they have to sign the medication after that. So please remember that 2 nurses must have to sign and check the medication. Next thing, we are going to discuss about consent. എന്താണ് കൺസെൻറ്റ്? കൺസെൻറ്റ് എന്നാൽ സിംപ്ലി പെർമിഷൻ. അതായത് പേഷ്യൻറ്റിനെ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യുന്നതിന് മുൻപ് അതിനുള്ള അനുവാദം പെർട്ടിക്കുലർ ക്ലയൻറ്റ് അല്ലെങ്കിൽ പേഷ്യൻറ്റ് നമുക്ക് തരുന്നതിനെയാണ് നമ്മൾ കൺസെൻറ്റ് എന്ന് പറയുന്നത്. We know without that patient's permission, we are not supposed to do anything to the patient. Whether it's a minor procedure or a major procedure, everything. You have to take permission. For example, എന്തൊക്കെ കാര്യത്തിനാണ് നമ്മൾ പെർമിഷൻ എടുക്കുന്നത്? For any blood test, if the patient is undergoing any surgery or medications. So, it's about consent. Consent should be valid. It should be voluntary. It should be informed. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു പേഴ്സൺ ഹു ഈസ് ഗിവിംഗ് കൺസെൻറ്റ് ഷുഡ് ഹാവ് ദ കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് വി ആർ സേയിങ് ആൻഡ് ദേ ഷുഡ് ഹാവ് കപ്പാസിറ്റി ടു സൈൻ ദ പെർട്ടിക്കുലർ തിങ്. ഇതാണ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവ് പേഷ്യൻറ്റിന് ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. നൗ വോളണ്ടറി ആയിട്ടായിരിക്കണം പേഷ്യൻ്റ് കൺസെൻറ്റ് തരുന്നത്. വോളണ്ടറി എന്നാൽ ദ പേഷ്യൻറ്റ് ഇറ്റ്സെൽഫ് ഈസ് ഗിവിംഗ് ദ പെർമിഷൻ ഫോർ ദി പെർട്ടിക്കുലർ പ്രൊസീജിയർ വിതൗട്ട് എനി വൺസ് ഇൻഫ്ലുവൻസ്. മറ്റാരും നിർബന്ധിക്കാതെ തന്നെ പേഷ്യൻറ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മൾ കൊടുക്കുന്ന കാറ്റലോഗ് വായിച്ച് മനസ്സിലാക്കി കൺസെൻറ്റ് നൽകുകയാണ് എങ്കിൽ ദാറ്റ്സ് കോൾഡ് വോളണ്ടറി. നൗ ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ്. വി ഹാവ് ടു ഇൻഫോം എവറിത്തിങ് ടു ദ പേഷ്യൻറ്റ്. എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇൻഫോം ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഇഫ് ദ പേഷ്യൻറ്റ് ഈസ് അണ്ടർഗോയിങ് എ പർട്ടിക്കുലർ പ്രൊസീജിയർ, വാട്ട് ആർ ഓൾ തിങ്സ് വി ഷുഡ് ടെൽ? വി ഷുഡ് ടെൽ ബെനിഫിറ്റ്സ്, വി ഷുഡ് എക്സ്പ്ലെയിൻ ദ റിസ്ക്, വി ഷുഡ് എക്സ്പ്ലെയിൻ ദ ഓൾട്ടർനേറ്റീവ്സ്. നമ്മളിപ്പോൾ ബെനിഫിറ്റ്സ് പറഞ്ഞു, റിസ്ക് പറഞ്ഞു. പേഷ്യൻറ്റ് പറയുകയാണ്, പ്ലീസ് ടെൽ മീ ഇഫ് യു ഹാവ് എനി ഓൾട്ടർനേറ്റീവ്സ് ഫോർ ദിസ്. സർജറി ചെയ്യാതെ വേറെ എന്തെങ്കിലും രീതിയിൽ ഈ കണ്ടീഷനുമായിട്ട് കോപ്പപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള റെമഡി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. വി ക്യാൻ ടു ഫോഴ്സ് ദ പേഷ്യൻറ്റ് ലൈക്ക് നോ യു ഹാവ് ടു അണ്ടർഗോ ദ പ്രൊസീജിയർ. വി ക്യാൻ സേ ദാറ്റ് വാട്ട് ഈസ് സജസ്റ്റഡ് ബൈ ദ ഹെൽത്ത് കെയർ ടീം. ഇഫ് യു ഡോണ്ട് വാണ്ട് ടു അണ്ടർഗോ ദിസ് ഓൾ ഓൾട്ടർനേറ്റീവ്സ്, registered nurses should be telling all these things. So this is many things we have to inform. Now capacity, it's another important. ഒരാളിൽ നിന്ന് നമ്മൾ കൺസെൻറ്റ് എടുക്കുമ്പോൾ കപ്പാസിറ്റി എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് കപ്പാസിറ്റി? Again the same thing we have told you in the beginning. Person who is giving the consent should be able to understand what we are telling. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പെർട്ടിക്കുലർ പ്രൊസീജിയറിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അണ്ടർസ്റ്റാൻഡിങ് പെർട്ടിക്കുലർ പേഷ്യൻറ്റിന് ഉണ്ടായിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനിയും ഒരു പേഷ്യൻ്റ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ അത്രയും അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാത്ത ആളാണെങ്കിൽ ആ പേഷ്യൻറ്റിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ സിംപ്ലിഫൈഡ് ആയിട്ട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. Still the patient is not able to understand, we have to respect that. Should never make fun of them. Should not underestimate them. That's a very important thing.
Another thing is, if the patient does not have the capacity or without capacity, നമുക്ക് അങ്ങനെയും പറയാം. പേഷ്യൻറ്റിന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് വിചാരിക്കുക. ഒന്നുകിൽ അവർക്ക് അതിനുള്ള അണ്ടർസ്റ്റാൻഡിങ് ഇല്ല എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് എന്തെങ്കിലും മെൻ്റലി ആൻഡ് ഫിസിക്കലി ചലഞ്ചസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പേഷ്യൻ്റ് അൺകോൺഷ്യസ് ആണ്, അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ, ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കണ്ടീഷൻ പേഷ്യൻറ്റിന് കൺസേൺ തരാൻ കഴിയുന്നില്ല എങ്കിൽ നമുക്ക് ആ പ്രൊസീജിയർ ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് ഈസ് we have to save the patient. In that case, we can go forward with the particular procedure, like life-saving procedure or surgery. But we have to take consent from the patient's nearest relatives or family members. Okay, relatives, friends or family members, അങ്ങനെയും നമുക്ക് പറയാൻ പറ്റും. Moving forward to the next topic, there is some situation patient consent is not needed. So, we'll see what are those situations. Now, the first one is emergency situation. To save a patient life. Patient ഒരു എമർജൻസിയിൽ ആണ്, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആക്ഷൻ ചെയ്തില്ലെങ്കിൽ, പേഷ്യൻറ്റിന് ലൈഫ് ത്രെട്ടനിങ് ആയിട്ടുള്ള കണ്ടീഷനിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, we can wait for the consent and we have to take the patient immediately. The second one is an emergency procedure. എന്തെങ്കിലും എമർജൻസി ആയിട്ടുള്ള ഡയഗ്നോസിസ് പ്രൊസീജിയറോ സർജറിയോ നടക്കണമെന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിന് കൺസേൺ ആവശ്യമാണെന്ന് പറഞ്ഞ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. Because that will become the life threatening situation. So that is the second point. Third point, if the patient is mentally ill or mentally sick ആണെന്ന് വിചാരിക്കുക. So we can wait for the patient consent. So we can move forward with the procedure. Next one is പേഷ്യൻറ്റിന് എന്തെങ്കിലും എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് നമുക്ക് അഡ്മിറ്റ് ചെയ്യണം. പക്ഷേ പേഷ്യൻറ്റിന് സെൽഫ് ഹാം അറ്റൻഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതൽ ആണ്, അല്ലെങ്കിൽ സൂയിസൈഡൽ അറ്റംപ്റ്റ് പേഷ്യൻറ്റ് ചെയ്തു ഓർ ഇനിയും ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ സൂയിസൈഡൽ ടെൻഡൻസി ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ യു ക്യാൻ ടേക്ക് ദ കൺസേൺ, ഇറ്റ്സ് നോട്ട് പോസിബിൾ. It's like logicless. That case, you can go forward for the hospitalization. പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് പ്രൊസീജിയർ ഇമ്മീഡിയറ്റ്ലി പേഷ്യൻറ്റിൻ്റെ ലൈഫ് സേവ് ചെയ്യേണ്ടത്, അതുമായിട്ട് മുന്നോട്ട് പോകാം. നെക്സ്റ്റ് വൺ ഈസ്, ഇഫ് ദ കണ്ടീഷൻ ഓഫ് ദി പേഷ്യൻറ്റ് കോസിങ് എനി പബ്ലിക് ഇഷ്യൂസ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ പേഷ്യൻറ്റ് ഹാസ് കോളറ, ആ സമയത്ത് നമുക്ക് ഒരിക്കലും പേഷ്യൻറ്റ് കൺസെൻ്റ് എടുക്കാൻ സാധിക്കില്ല. ഇമ്മീഡിയറ്റ്ലി ഹോസ്പിറ്റലൈസ് പേഷ്യൻറ്റ് അല്ലെങ്കിൽ ഐസൊലേറ്റ് ദ പേഷ്യൻറ്റ് ടു പ്രിവെൻറ്റ് പബ്ലിക് സ്പ്രെഡ്. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് കൺസെൻ്റ് ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. The next one is the patient is severely ill and the patient is living in an unhygienic condition. പേഷ്യൻറ്റിന് വളരെ ക്രിട്ടിക്കലി ഇൽ ആണ്, പേഷ്യൻ്റ് താമസിക്കുന്ന എൻവയോൺമെൻറ്റൽ ഹൈജീൻ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാതെയാണ് പേഷ്യൻ്റ് താമസിക്കുന്നത് എങ്കിൽ നമുക്ക് ഒരിക്കലും കൺസെൻ്റ് എടുക്കാനുള്ള സാഹചര്യം ഇല്ല. യു ക്യാൻ ഡയറക്ട്ലി ടേക്ക് ദ പേഷ്യൻറ്റ് ടു ദ ഹോസ്പിറ്റൽ. So, these are few situations where consent is not needed for further treatment. So, we are moving forward to the next topic, that is about the public body, and it's known as NICE, which means the National Institute for Healthcare Excellence. It's a public body that provides national guidance and advice to improve health and social care in England. ഇൻ യു കെ എന്നാകും നിങ്ങളുടെ ഓപ്ഷനിൽ വരുന്നത്. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ തെറ്റാണ്. വെയിൽസ് എന്നാണ് നിങ്ങളുടെ ഓപ്ഷൻ എങ്കിൽ അതും തെറ്റാണ്. അല്ലെങ്കിൽ യു കെയിലെ ഏതെങ്കിലും പ്രൊവിൻസ് വന്നാൽ അതും തെറ്റാണ്. ഇൻ ഇംഗ്ലണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ആൻസർ. NICE അതിൻ്റെ ലാസ്റ്റ് വേർഡ് ഈ ഡിനോട്ട് ചെയ്യുന്നത് ഇംഗ്ലണ്ടിനെയാണെന്ന് മാത്രം ഓർത്താൽ മതി. സോ പ്ലീസ് റിമെമ്പർ ദാറ്റ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദാറ്റ്? Evidence-based recommendation. Now, guidelines. This has few guidelines. First one is preventing and managing specific conditions. എന്തെങ്കിലും പ്രത്യേകം ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള കണ്ടീഷൻ വന്നാൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടാകാതെ അതിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ഉണ്ടായാൽ അതിനെ മാനേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്പെസിഫിക് ബോഡിയാണ് ഈ NICE. സോ പ്രിവെൻറ്റിംഗ് ആൻഡ് മാനേജിങ്.
trying to prevent it maximum. If at all it happens, try to manage it. This is the first guidelines. Second one is way to promote and protect good health or prevent ill health. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ ഒന്ന് പാരാഫ്രേസ് ചെയ്ത് പറയുകയാണ്. വേ ടു പ്രൊമോട്ട് ഗുഡ് ഹെൽത്ത് ആൻഡ് പ്രിവെൻറ്റ് ഇൽ ഹെൽത്ത്. അതായത് ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യുന്നു, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു, എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ അതിനെ മാനേജ് ചെയ്യുന്നു. 3 things: protection, prevention and management. Now the third one is configuration, staffing and provision of healthcare services. Again remember these 2 terms. Next one, it shows that how the organization or private organizations can join with the government organizations and help to improve the health. അതായത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഓർഗനൈസേഷൻ ഗവൺമെൻറ്റിൻ്റെ കൂടെ കൂടിയിട്ട് അവർക്ക് എങ്ങനെ ടോട്ടലായിട്ടുള്ള പോപ്പുലേഷൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് അടുത്ത ഗൈഡ് ലൈൻ. നെക്സ്റ്റ് വൺ ഈസ് care and services suitable for particular populations group or people. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ, ഫോർ എക്സാമ്പിൾ ഓൾഡ് ഏജ് എന്ന് പറയുമ്പോൾ അവർക്ക് സ്പെഷ്യൽ കെയർ വേണം, അല്ലെങ്കിൽ മെൻ്റലി ഇൽ പീപ്പിൾ ഹു ആർ ലിവ് ഇൻ ലോ സോഷ്യോ ഇക്കണോമിക് സ്റ്റാറ്റസ്. സോ അങ്ങനെ പെർട്ടിക്കുലർ പീപ്പിൾ ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഓർ കാറ്റഗറീസിൽ വരുന്ന ആൾക്കാർക്ക് അവരുടെ ഹെൽത്ത് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ഗൈഡ് ലൈൻ. സോ കെയർ ആൻഡ് സർവീസസ് സ്യൂട്ടബിൾ ഫോർ പെർട്ടിക്കുലർ പോപ്പുലേഷൻസ്. സോ ദീസ് ആർ ദ ഗൈഡ് ലൈൻസ്. മെയിൻ തിങ് ഇതിൽ ഓർത്തിരിക്കേണ്ടത് ഇത്രയുമേ ഉള്ളൂ. ഇതൊരു പബ്ലിക് ബോഡിയാണ്. ഇംഗ്ലണ്ടിലെ പ്രൈവറ്റ് ഓർഗനൈസേഷൻ ഗവൺമെൻറ്റിൻ്റെ കൂടി അവർക്ക് എങ്ങനെ ടോട്ടലായിട്ടുള്ള പോപ്പുലേഷൻ്റെ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതാണ്. ഇറ്റ്സ് ഹെൽപ്പ് ടു ഇംപ്രൂവ് ദ ഹെൽത്ത് ഓഫ് പെർട്ടിക്കുലർ പോപ്പുലേഷൻ വി ഹാവ് ഡിസ്കസ്ഡ്. ഇറ്റ്സ് ഫോക്കസ് ഈസ് ടു പ്രൊട്ടക്ട് ദ പബ്ലിക്, prevent the illness if at all something happen, and manage particular conditions. Now let's see about independent advocacy. Next topic is independent advocacy. Way to help people have a strong voice to have as much control as possible of their own life. ക്രിട്ടിക്കലി ഇൽ ആയിട്ടുള്ള ഒരു പേഷ്യൻറ്റിന് അവർക്ക് അവരുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട്. Even sometimes some of the family members will not accept patient will and wish. ആ ഒരു സമയത്ത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് പേഷ്യൻറ്റിൻ്റെ കൂടി പേഷ്യൻറ്റിൻ്റെ ആവശ്യം എന്താണ് എന്നുള്ളത് അവരുടെ റിലേറ്റീവ്സിനെയോ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെയോ അറിയിച്ച് അവർക്ക് മാക്സിമം സപ്പോർട്ട് നൽകുക എന്നതാണ് ഡ്യൂട്ടി. സോ ഹെൽപ്പിംഗ് അല്ലെങ്കിൽ അവർക്ക് വോയിസ് റേസ് ചെയ്യാനായിട്ട് നമ്മൾ അവരെ സഹായിക്കുന്നു. ദാറ്റ് ഈസ് കോൾഡ് ഇൻഡിപെൻഡൻറ്റ് അഡ്വക്കസി. Another responsibility is that keep the individual informed that they have the right to receive the treatment, അല്ലെങ്കിൽ they have right to make their own choices. ഇനി അവർക്ക് നമ്മളൊരു ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു കഴിയുമ്പോൾ പേഷ്യൻറ്റ് പറയുകയാണ്, നോ ഐ ഡോണ്ട് വാണ്ട് ടു കണ്ടിന്യൂ വിത്ത് ദിസ്. യു ഷുഡ് സേ ദ പേഷ്യൻറ്റ് യു ഹാവ് ദ റൈറ്റ് ടു ടേക്ക് പെർട്ടിക്കുലർ ഡിസിഷൻ. നൗ ദ നെക്സ്റ്റ് ടോപ്പിക് ഈസ് delegation. Nurses are responsible for whatever task they delegate. എന്തെല്ലാം ടാസ്ക് നമുക്ക് തന്നിട്ടുണ്ടോ അതിൻ്റെ എല്ലാം റെസ്പോൺസിബിലിറ്റി നമുക്ക് തന്നെയാണ്. ആരാണ് റെസ്പോൺസിബിൾ? നഴ്സസ്. ഇത് നിങ്ങൾക്കുള്ള ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. സോ നഴ്സസ് ആർ റെസ്പോൺസിബിൾ ഫോർ വാട്ട് എവർ ടാസ്ക് ഡെലിഗേറ്റ്. ഓപ്ഷനിൽ നഴ്സസ് കാണും, അതർ ഹെൽത്ത് കെയർ വർക്കേഴ്സ് കാണും, ഡോക്ടേഴ്സ് കാണും. യു ഹാവ് ടു ചൂസ് എ റൈറ്റ് ഓപ്ഷൻ, ദാറ്റ് ഈസ് നഴ്സ്. സെക്കൻഡ് വൺ ഈസ് ദാറ്റ് മേക്ക് ഷുവർ ദാറ്റ് ദ അതർ പേഴ്സൺ fully understands whatever task being delegated for them and they are capable of doing that. ഒരു ടാസ്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൊടുക്കുന്ന ടാസ്ക് ചെയ്ത്
കംപ്ലീറ്റ് ചെയ്യാൻ ഉള്ള ഒരു കോമ്പിറ്റൻസി അല്ലെങ്കിൽ അതിനുള്ള ഒരു കപ്പാസിറ്റി അവർക്ക് ഉണ്ടെന്നുള്ളത് ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യുന്ന ആൾ അറിഞ്ഞിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഐ എം ടെല്ലിംഗ് colleague to do an IV calculation. There should be 100% confidence enough that other person is able to do that perfectly. That is what is meant by that. Next one is the delegate task should be supported as supervised. The last one is എന്ത് ടാസ്ക് ആണോ ഡെലിഗേറ്റ് ചെയ്യുന്നത്, വാട്ട് എവർ ടാസ്ക് ഇസ് ബീങ് ഡെലിഗേറ്റഡ് ദാറ്റ് ഷുഡ് ഹാവ് 100% ക്ലിനിക്കൽ സ്റ്റാൻഡേർഡ്. അതായത് ഒന്നെങ്കിൽ അതിന് 100% റിസൾട്ട് ഉണ്ടാവണം, അല്ലെങ്കിൽ അതിനൊരു ക്ലിനിക്കൽ സ്റ്റാൻഡേർഡ് മീറ്റ് ചെയ്യുന്ന രീതിയിലാവണം ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യുന്നതും. സോ പ്ലീസ് റിമെമ്പർ ദീസ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ആരാണോ ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യുന്നത് അവർ റെസ്പോൺസിബിൾ ആണ് മറ്റൊരാൾക്ക് ടാസ്ക് നൽകുമ്പോൾ. നമ്മൾ ആർക്ക് ടാസ്ക് നൽകുന്നോ അവർ ആ പെർട്ടിക്കുലർ ടാസ്ക് ചെയ്ത് തീർക്കാനുള്ള കോമ്പിറ്റൻസി ഉണ്ടെന്നുള്ളത് ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യുന്ന ആൾ അറിഞ്ഞിരിക്കണം. ഇനി നമ്മൾ കൊടുക്കുന്ന ടാസ്ക് ഷുഡ് ബി കംപ്ലീറ്റ്ലി സൂപ്പർവൈസ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ആൻഡ് ലാസ്റ്റ്ലി ഇറ്റ് ഷുഡ് ഹാവ് 100% ഔട്ട്കം. Self-administration of medication by patients, parents or carers. മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് പല ലെവൽ ഉണ്ട്. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The first one is level 1. Level 1 എന്നാൽ completely dependent. Level 1 is dependent. What do you mean by that? Nurse supervises administration with medication. Now level 2, this is shared. The patient administrates all medication under supervision. ആരാണ് സൂപ്പർവൈസ് ചെയ്യുന്നത്? രജിസ്ട്രാൻഡ് സൂപ്പർവൈസേഴ്സ്. നൗ ദ രജിസ്റ്റേർഡ് നഴ്സ് ഹോൾഡ്സ് ദ കീ. ആ പോയിന്റ് ഓർത്തിരിക്കുക. രജിസ്ട്രൻ്റ് ആണ് ഇതിൽ സൂപ്പർവൈസ് ചെയ്യുന്നത്. രജിസ്ട്രാൻഡ് സൂപ്പർവൈസേഴ്സ്. നൗ ദ രജിസ്റ്റേർഡ് നഴ്സ് ഹോൾഡ്സ് ദ കീ. പ്ലീസ് റിമെമ്പർ ദാറ്റ്. The third one is level 3, which is independent. Independent means what? The patient administrates all medication by himself or herself without any supervision and the medication is kept under the locker. പേഷ്യൻറ്റിന് ഒരു സൂപ്പർവിഷൻ ആവശ്യമില്ല, സ്വന്തമായി മെഡിക്കേഷൻ എടുക്കുന്നു. പേഷ്യൻ്റ് തന്നെയാണ് മെഡിക്കേഷൻ സ്റ്റോർ ചെയ്യുന്നതും. ദീസ് ആർ ദ 3 levels. ലെവൽ 1-ൽ ഡിപ്പെൻഡൻ്റ് ആണ്, നേഴ്സ് ജസ്റ്റ് സൂപ്പർവൈസ് ചെയ്യുകയുള്ളൂ. ലെവൽ 2-ൽ ഷെയർഡ് ആണ്, പേഷ്യൻ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നു, മെഡിക്കേഷൻ അണ്ടർ സൂപ്പർവിഷനിൽ തന്നെ. രജിസ്ട്രാൻഡ് സൂപ്പർവൈസസ് ചെയ്യുന്നു, രജിസ്റ്റേർഡ് നേഴ്സ് കീപ് ഹോൾഡ്സ് ചെയ്യുന്നു, അതായത് മെഡിക്കേഷൻ സ്റ്റോക്ക്. ലെവൽ 3-ൽ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആണ്, പേഷ്യൻ്റ് takes his or her medications for himself and also keep the stock with him or herself. Now there is something called level 2/3. 2/3 എന്താണെന്ന് നിങ്ങളുടെ എക്സാമിന് വന്നാൽ what is this? Partial self administration. ഇത് എന്താണെന്ന് മാത്രം ഓർത്തിരുന്നാൽ മതി. എക്സാമിന് ചോദിക്കുകയാണ് വാട്ട് ഈസ് 2/3 എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് കൂടി തരും. അപ്പോൾ അതിൽ ഫുൾ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് തന്നാൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ദിസ് ഈസ് ദ പാർഷ്യൽ സെൽഫ് അഡ്മിനിസ്ട്രേഷൻ എന്നാണ് ചൂസ് ചെയ്യേണ്ടത്. Moving forward, next topic is speed shock. Now, speed shock is a sudden adverse reaction to IV medication that is injected too quickly. IV മെഡിക്കേഷൻ നമ്മൾ പെട്ടെന്ന് പേഷ്യൻറ്റിലേക്ക് പുഷ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സഡൻ റിയാക്ഷൻ, അതാണ് സ്പീഡ് ഷോക്ക്. പ്ലീസ് റിമെമ്പർ ദാറ്റ് ഇറ്റ്സ് എ സഡൻ റിയാക്ഷൻ ടു IV ഡ്രഗ്സ് ഇൻജെക്റ്റഡ് ടു ക്വിക്ക്ലി. ഇതിലെ ടു ക്വിക്ക്ലി, സഡൻ റിയാക്ഷൻ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കും സ്പീഡ് ഷോക്ക് എന്താണ് എന്ന്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഗ്രാജുവൽ റിയാക്ഷൻ ആണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഓപ്ഷൻസ് കാണും. അതിലൊന്നായിരിക്കും സഡൻ റിയാക്ഷൻ. അതിൽ റൈറ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെയുള്ള പോയിന്റ്സ് നമ്മൾ ഓർത്തിരിക്കണം. ലെറ്റ്സ് സീ ദ സൈൻസ്. നമ്മളിത് ഇൻജെക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ സൈൻസ് ആണ് പേഷ്യൻറ്റിൽ കാണുന്നത് എന്ന് നോക്കാം. പേഷ്യൻറ്റ് വിൽ ഹാവ് ഫ്ലഷ്ഡ് ഫേസസ്,
Second one, patient will have headaches. The patient will have a tight feeling in the chest. The patient will definitely have irregular pulses, loss of consciousness, finally cardiac arrest. ഈ ഓപ്ഷൻസ് ഓർത്തിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിച്ചു തരാൻ സാധ്യതയുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ റിമെമ്പർ ഓൾ ദീസ് തിങ്സ്. നമ്മൾ യൂഷ്വലി റെക്കമെൻഡ് ചെയ്യുന്ന പ്രീ ഓപ്പറേറ്റീവ് ഫാസ്റ്റിംഗ് ടൈം എത്രയാണ്? പ്ലീസ് റിമെമ്പർ ദിസ്, ഇറ്റ്സ് 6 to 12 hours. We are going forward to the next topic, that is MUST, must. It is Malnutrition Universal Screening Tool. Please note it, Malnutrition Universal Screening Tool. ഇനിയും അതിന് 3 ക്രൈറ്റീരിയാസ് ആണ് ഉള്ളത്. The first one is current weight status using BMI. Second criteria, uni-intentional weight loss. And third one is acute disease effect. ഈ 3 ക്രൈറ്റീരിയാസും കൂടെ ഓർത്തിരിക്കുക. മസ്റ്റിൽ വരുന്ന 3 ക്രൈറ്റീരിയാസ് ആണ് ഇവയെല്ലാം. ഈ 3 ക്രൈറ്റീരിയാസുടെ ബേസിലാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്. നൗ 0 ആണെങ്കിൽ ലോ, അതേസമയത്ത് വി ഹാവ് ടു മോണിറ്റർ ദ വെയ്റ്റ്. ഇനിയും സ്കോർ 1 ആണെന്ന് വിചാരിക്കുക. 1 ആണെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് മീഡിയം. പ്ലീസ് നോട്ട് ഡൗൺ ദിസ്. ഇൻ ദാറ്റ് കേസ് വാട്ട് ഈസ് ഇൻ്റർവെൻഷൻ? വി ഹാവ് ടു മോണിറ്റർ ഫുഡ് ഇൻടേക്ക് ഫോർ ദി പാസ്റ്റ് 3 days. കഴിഞ്ഞ 3 ദിവസമായിട്ടുള്ള പേഷ്യൻസിൻ്റെ ഫുഡ് ഇൻടേക്ക് എന്താണെന്നുള്ളത് നമ്മൾ മോണിറ്റർ ചെയ്തിരിക്കണം. നൗ നെക്സ്റ്റ് വൺ ഈസ് സ്കോർ 2 ആണെങ്കിൽ ഹൈ ആണ്. ആ സമയത്ത് നമ്മുടെ ഇൻ്റർവെൻഷൻ റെഫേഴ്സ് ടു ഡയറ്റീഷ്യൻ. ലെറ്റ്സ് മൂവിങ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്, ദറ്റ് ഈസ് VIP സ്കോർ. വാട്ട് ഈസ് VIP സ്കോർ? അതായത് ഫ്ലെബൈറ്റിസിൻ്റെ ആദ്യത്തെ സ്റ്റേജിൽ തന്നെ IV കാത്തറ്റേഴ്സ് റിമൂവ് ചെയ്യണം. അതായത് ഫ്ലെബൈറ്റിസിൻ്റെ സയൻസ് ആൻഡ് സിംറ്റംസ് തോന്നിയാൽ അതിനുള്ള കോംപ്ലിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ VIP സ്കോർ നോക്കുന്നത്. എന്താണ് VIP സ്കോർ എന്നുള്ളത് ഐ എം ഗോയിങ് ടു ഷോ ഇൻ എ ഗ്രാഫ് പിക്ചറൈസ്ഡ് റെപ്രസെൻറ്റേഷൻ. VIP സ്കോർ ഫുൾ ഫോം ഈസ്, അതായത് VIP സ്കോറിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് വിഷ്വൽ ഇൻഫ്യൂഷൻ ഫ്ലെബൈറ്റിസ്. നൗ സപ്പോസ് ദ സ്കോർ ഈസ് 0 ആണെന്ന് നമ്മൾ സ്കോർ നൽകുന്നതെങ്കിൽ റെഡ്നെസ്, അതായത് നോർമലായിട്ടുള്ള ഒരു IV സൈറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് സ്കോർ നൽകും? 0. IV സൈറ്റ് അപ്പിയർഡ് ഹെൽത്തി, യു വിൽ ഗീവ് 0. ഇനിയും ദാറ്റ് മീൻസ് കൺക്ലൂഷൻ ഈസ് നോ ഫ്ലെബൈറ്റിസ്. അതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണ്? വി ഹാവ് ടു ഒബ്സർവ് ദ കാനുല. ഇപ്പോൾ ഓക്കെ ആണ്, എങ്കിലും ഫ്യൂച്ചറിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തുവാൻ continuous observation is needed. Now your phlebitis score is 1. What is it shows? It shows that one of the following is evident. It's not a severe pain, slight pain or slight redness near the IV site. Slightly എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റീസ് നമ്മുടെ IV സൈറ്റിൽ ഉണ്ടെങ്കിൽ you will give the score 1. Slight redness and slight pain near the IV site. So what is the management? So what it indicates? It indicates, shows that there are possible first sign of phlebitis. അതായത് ഫ്ലെബൈറ്റിസിൻ്റെ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആൻഡ് ദ മാനേജ്മെൻറ്റ് ഈസ് യു ഹാവ് ടു ഒബ്സർവ് ദ കാനുല. പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യാനില്ല, ഒബ്സർവ് ചെയ്യുക. ഇനിയും ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ 2 എന്ന സ്കോർ നൽകുന്നത്? 2 ഓഫ് ദി ഫോളോയിങ് ആർ എവിഡൻറ്റ്. താഴെ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും 2 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ 2 എന്ന സ്കോർ നൽകും. 3 കാര്യങ്ങൾ നൽകിയിട്ട് അതിൽ ഏതെങ്കിലും 2 എണ്ണം എവിഡൻ്റ് ആണെങ്കിൽ നമ്മൾ 2 എന്ന സ്കോർ നൽകും. എന്തൊക്കെയാണ്? പെയിൻ നിയർ ദ IV സൈറ്റിൽ ഒരു കളർ ചേഞ്ച് ഉണ്ട്. It's showing pain. Second one is erythema. You are finding an erythematous issues there. Third one is swelling. ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണം ഉണ്ടെങ്കിൽ, അതായത് പെയിൻ നിയർ IV സൈറ്റ്സ്, എറിത്തേമ ആൻഡ് സ്വെല്ലിംഗ്, ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 കാര്യങ്ങൾ പ്രസൻറ്റ് പേഷ്യൻ്റ് പറയുകയാണ് എങ്കിൽ യു വിൽ ഗീവ് ദ സ്കോർ 2.
അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഏർലി സ്റ്റേജ് ഓഫ് ഫ്ലെബൈറ്റിസ് ആണ്. ഫ്ലെബൈറ്റിസിൻ്റെ ആരംഭമാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ വാട്ട് ഈസ് ദ ഇൻവെൻഷൻ? യു ഹാവ് റീസൈഡ് ദ കാനുല. കാനുല ചേഞ്ച് ചെയ്ത് വേറെ കാനുല ഇടുക എന്നതാണ് ഇതിൻ്റെ മാനേജ്മെൻറ്റ്. നൗ 3 എന്നൊരു സൈൻ ആണ് എങ്കിൽ എന്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്? ഓൾ ദ ഫോളോയിങ് ആർ എവിഡൻറ്റ്. പെയിൻ എലോങ് പാത്ത് ഓഫ് കാനുല. കാനുല ഇട്ടിരിക്കുന്ന ഫുൾ പാത്തിൽ നീഡിൽ എവിടെ വരെയും ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടോ അവിടെ വരെ പേഷ്യൻറ്റിന് പെയിൻ കാണും. എറിത്തിമ, ഫുൾ റെഡ്നെസ് ഉണ്ടായിരിക്കും. ഇൻഡ്യൂറേഷൻ, അതായത് അതിൽ ഒരു ഡ്യൂറബിലിറ്റി ഉണ്ടായിരിക്കില്ല. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ യു വിൽ ഗീവ് ദ സ്കോർ 3. അത് എന്താകും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? മീഡിയം സ്റ്റേജ് ഓഫ് ഫ്ലെബൈറ്റിസ്. പേഷ്യൻറ്റിന് ഫ്ലെബൈറ്റിസ് തുടങ്ങി അത് കുറച്ച് പ്രോഗ്രസ് ചെയ്യാൻ പോകുവാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഇൻഡിക്കേഷൻ. സോ വാട്ട് ഈസ് ദ ഇൻ്റർവെൻഷൻ? യു ഹാവ് ടു റീസൈറ്റ് ദ കാനുല. കൺസിഡർ ദ ട്രീറ്റ്മെൻറ്റ്. അതായത് നമ്മൾ റീസൈറ്റ് ചെയ്താൽ മാത്രം പോരാ, ആ എക്സ്ട്രിമിറ്റി ഓൾറെഡി അഫക്റ്റഡ് ആയതുകൊണ്ട് അതിൻ്റെ പർട്ടിക്കുലർ ഏരിയ ഹാവ് ടു ബി ട്രീറ്റഡ്. നെക്സ്റ്റ്, ഫ്ലെബൈറ്റർ 4th സ്റ്റേജിൽ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓൾ ദ ഫോളോയിങ് സിംറ്റംസ് ആർ എവിഡൻറ്റ് ആൻഡ് എക്സ്റ്റെൻസീവ്. അതായത് താഴെ പറയുന്ന സിംറ്റംസ് എല്ലാം ഉണ്ട്, അതെല്ലാം എക്സ്റ്റൻഡഡ് ലെവലിൽ തന്നെയാണ്. അത് എന്തൊക്കെയാണ്? എലോങ് ദ പാത്ത് ഓഫ് കാനുല, സെയിം തിങ്. പേഷ്യൻറ്റിന് ഫുൾ പാത്തിൽ പെയിൻ ഉണ്ടായിരിക്കും, റെഡ്നെസ് ഉണ്ടായിരിക്കും. എറിത്തിമ, ഇൻഡ്യൂറേഷൻ, പൾപ്പബിൾ വീനസ് സ്കോട്ട്, അതായത് വെയിൻസ് ശക്തമായി ഡയലേറ്റ് ചെയ്ത് നിൽക്കുന്ന പോലെ ഒരു ഫീൽ നമുക്ക് ഉണ്ടായിരിക്കും. അത് നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാനും സാധിക്കും. അപ്പോൾ ദാറ്റ്സ് വിൽ ബി ഓൾസോ ദെയർ. വാട്ട് ആർ ദ 4 തിങ്സ്? പെയിൻ എലോങ് വിത്ത് ദ പാത്ത് ഓർ കോഡ്, എറിത്തിമ, ഇൻഡ്യൂറേഷൻ ആൻഡ് പൾപ്പബിൾ വെയിൻ. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് ഫ്ലെബൈറ്റിസ് ഓർ സ്റ്റാർട്ട് ഓഫ് ത്രോംബോഫ്ലെബൈറ്റിസ്. ത്രോംബോഫ്ലെബൈറ്റിസിൻ്റെ അഡ്വാൻസ്ഡ് സ്റ്റേജ് ആണ്. എന്താണ് മാനേജ്മെൻറ്റ്? കാനുല റീസൈറ്റ് ചെയ്യുക. നൗ ദ ലാസ്റ്റ് സ്കോർ ഈസ് 5. ഓൾ ദ ഫോളോയിങ് ആർ എവിഡൻറ്റ് ആൻഡ് എക്സ്റ്റെൻസീവ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത്? പെയിൻ എലോങ് വിത്ത് ദ പാത്ത് ഓഫ് കാനുല, പെയിൻ ഉണ്ട്, എറിത്തിമ, റെഡ്നെസ് ഉണ്ട്, പൾപ്പബിൾ വീനസ് സ്കോട്ട് ആൻഡ് പൈറെക്സിയ. ദാറ്റ് മീൻസ് പേഷ്യൻ്റ് ഈസ് ഹാവിങ് ഫീവർ, ഇറ്റ് സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഇൻഫെക്റ്റഡ്. ആ ഒരു സ്റ്റേജിൽ നമ്മൾ നൽകുന്ന സ്കോറാണ് 5. ഇനിയും അതെന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അഡ്വാൻസ്ഡ് സ്റ്റേജ് ഓഫ് ത്രോംബോഫ്ലെബൈറ്റിസ്. ത്രോംബോഫ്ലെബൈറ്റിസ് വളരെ അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്ക് പോയി. What are the management? Initiate treatment and recite cannulas. It's all about for VIP score. Please remember this.